ഹലോ, വെൽക്കം ടു സിസ് യാത്രകൾ. നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദേ ഇന്ന് ഇവിടെ കാർണിവലിൻ്റെ 3rd ഡേ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയേക്കുവാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാം. നമ്മളതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മുവിൻ്റെ സ്റ്റിക്കറൊക്കെ ഉണ്ട് ഇവിടെ. ആള് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടാണ് പോകുന്നത്. ഇന്നൊരു സിൽക്കി ടച്ച് പിടിച്ചു, സിൽക്കി ആയിട്ട്. ഇന്നലത്തെ അത്ര തണുപ്പ് ഇന്നില്ല. ഇന്നലെ ആണെങ്കിൽ ഞങ്ങൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്ത് ഈ പൊസഷനൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല തണുപ്പായി. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് ജാക്കറ്റ് ഇടാ തെർമലിടാന്നൊക്കെ പറഞ്ഞ് വന്നപ്പോഴത്തേക്കും പൊസഷനൊക്കെ കഴിഞ്ഞു. ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേക്കും പൊസഷൻ കഴിഞ്ഞ്. ഇന്നപ്പോൾ 2 മണിക്കുണ്ട്. അതിന് വേണ്ടി ഞങ്ങളത് ഇറങ്ങിയേക്കുക. നമ്മളിതേ പൊസഷൻ നടക്കുന്ന ആ ഒരു സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന ഒരാളെ കണ്ടു, കുറേ മുടിയൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ പല ടൈപ്പിലുള്ള പല ക്യാരക്ടേഴ്സിൻ്റെ ഡ്രസ്സിങ് ഒക്കെ ആയിട്ടായിരിക്കും കുറേ ആൾക്കാർ ഇവിടെ വന്നേക്കുന്നത്. കുട്ടികളാണെങ്കിലും പല ക്യാരക്ടേഴ്സിൻ്റെ ഡ്രസ്സൊക്കെ ആയിട്ടാണ് നോർമലി ഇവിടെ വരാറുള്ളത്. അതിന് ഞാൻ മുടി ഇങ്ങനെ കാണിച്ചു പോയതായത്. നൈസ് വെയിലാണ്, നല്ല ചൂടുണ്ട്. ഇന്നലെ ആണെങ്കിൽ തണുത്ത് വിറച്ച് കാറ്റൊക്കെ ആയിട്ട് ഇവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടായില്ല. ഇന്ന് വന്നിട്ടാണെങ്കിൽ നല്ല വെയിലും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ കുടയൊക്കെ പിടിച്ച് ഇവിടെ ഇരിപ്പുണ്ടായേ. അപ്പോൾ പൊസഷൻ തുടങ്ങിയിട്ടുണ്ട്, നമ്മുടെ ഈ ഭാഗത്തോട്ട് എത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇവിടെ എത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നല്ല വെയിലും അമ്മ on peut applaudir le cirque Coquino. ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ സ്പ്രിംഗ് മാനെ പോലെ ചാടുന്ന കുറേ ഒരപ്പാപ്പനെയും കുറച്ച് പിള്ളേരെയും കണ്ടിട്ടുണ്ടായില്ലേ. അവർ തന്നെയാണ് കേട്ടോ ഇന്നത്തെ ഈ ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഈ ടീമും. ഒരു പെർഫോമൻസ് എൻ്റെ പൊന്നെ അടിപൊളിയാണ്, ഭയങ്കര ഫ്ലെക്സിബിളാണ് കേട്ടോ.
അങ്ങനെ ദേ ഓരോരോ ടീമുകളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിൽ മറ്റിങ്ങനെ ഫാൻസി ഡ്രസ്സൊക്കെ ചെയ്യുന്ന പോലെ പല ക്യാരക്ടേഴ്സിൻ്റെ ഡ്രസ്സിൽ സീബ്ര ഉണ്ട്, പിന്നെ വൈറ്റും ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, കോഴിക്കുഞ്ഞാണോ, അവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവരും പല ടൈപ്പ് ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വന്നേക്കുവാണ്. നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് പ്രിപ്പറേഷൻസ് ഇതിൻ്റെ പിന്നിലുണ്ടല്ലോ, ഒരുപാട് എഫേർട്ടൊക്കെ എടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട്, നല്ല വൈബായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അമ്മുവൊക്കെ വെയിറ്റ് ചെയ്യുന്നത്, അമ്മുവല്ല എല്ലാ കുട്ടികളും, കുറച്ച് വലിയ ആൾക്കാരും ഞാനും ഒക്കെ വെയിറ്റ് ചെയ്യുന്നത് ദേ ഈ വണ്ടി ഒന്ന് നമ്മുടെ അടുത്തോട്ട് എത്താനാണ് കേട്ടോ. ദേ ഇങ്ങനെ മഴ പെയ്യിപ്പിച്ചുകൊണ്ട് ഇത് പോകുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് നല്ല സൂപ്പറാണ് കേട്ടോ, നല്ല രസമുണ്ട്. അപ്പം ഇവർ ഇടുന്ന ഗ്ലിറ്റേഴ്സ് ഫുള്ള് കുട്ടികൾ ഫുള്ള് വാരി വാരി പിന്നെ അവരുടെ കയ്യിൽ ഓരോ കവറുണ്ടാവും, അതിനകത്ത് ഇങ്ങനെ നിറച്ച് നിറച്ച് വെക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഗ്ലിറ്ററിൽ കുളിപ്പിച്ചുകൊണ്ടാണ് പോകുന്നത്. വഴി കൂടെ നടന്നും പോകുന്നുണ്ട്, അതുപോലെ തന്നെ വണ്ടിയിലും പോകുമ്പോൾ ഇടുന്നുണ്ട്. ഫുള്ള് ഒരാളെ പോലെ വെറുതെ വിടുന്നില്ല, എല്ലാവരെയും കുളിപ്പിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ ഈ വീഡിയോയിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു, ഈ വീഡിയോ അല്ല ഇതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ സെക്കൻഡ് ഡേ കാർണിവലിൻ്റെ ഒരു വീഡിയോയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കുറേ ഓൾഡ് വയസ്സായിട്ടുള്ള ആൾക്കാർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പം നമ്മുടെ അവിടെയൊക്കെ ആണെങ്കിലും ഓരോ പരിപാടി നടക്കുമ്പോൾ യൂത്തല്ലേ കൂടുതലായിട്ട് എല്ലാത്തിലും പങ്കെടുക്കുന്നതും അത് ഓർഗനൈസ് ചെയ്യാനുള്ള ഫ്രണ്ടിൽ നിൽക്കുന്നതൊക്കെ. പക്ഷേ ഇവിടെ ഏജായ ആൾക്കാരും എല്ലാത്തിനും ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാർണിവൽ ഇവിടെ എല്ലാ വർഷവും ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് കേട്ടോ. അതായത് വിൻ്ററിന് ബൈ ബൈ പറഞ്ഞിട്ട് സ്പ്രിങ്ങിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവലാണിത്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് ഡേ സ്നോമാനെ കത്തിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണേ. നല്ല വൈബായിട്ടുള്ളൊരു സംഭവമാണ്. ഇവർക്ക് വിൻ്ററിനേക്കാളും ഇവർ കൂടുതലും ഇഷ്ടപ്പെടുന്നത് സമ്മറാണ്. കുറച്ച് സണ്ണിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവർക്കും ഇഷ്ടം. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമൊക്കെ എല്ലാവരുടെയും മുഖത്തുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും ഫുള്ളായിട്ട് ഗ്ലിറ്ററിൽ കുളിച്ച് നിൽക്കുകയാണ്. ഫുള്ള് മറ്റേ ഗ്ലിറ്റർ മഴയായിരുന്നു.
പക്ഷെ നല്ല സൂപ്പറായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു, നല്ല വൈബായിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും എൻജോയ് ചെയ്തേ. റോഡൊക്കെ കണ്ടോ, ഫുള്ള് ഇതാണ് കേട്ടോ. റോഡിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കണ്ടോ, നല്ല രസമുണ്ടല്ലേ. പക്ഷേ എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, ഈ പരിപാടി കഴിഞ്ഞ് ഈ ആൾക്കാരൊക്കെ പോയി ജസ്റ്റ് ഒന്ന് ക്രൗഡിൽ നിന്ന് മാറി കഴിയുമ്പോഴത്തേക്കും ഒരു വാക്വം മെഷീൻ വെച്ചിട്ട് ഇത് ഫുള്ള് ക്ലീൻ ചെയ്യും കേട്ടോ. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഈ റോഡ് ഫുള്ളും ക്ലീൻ ആയിട്ടുണ്ടാവുമേ. Attention, s'il vous plaît, laissez un petit peu de place quand même. എനിക്ക് കാർണിവലിന് നിൽക്കുന്ന സമയത്ത് എന്താണെന്നറിയോ ഓർമ്മ വന്നത്, നമ്മൾ മറ്റേ ന്യൂ ഇയറിൻ്റെ സമയത്ത് കൊച്ചിൻ കാർണിവലൊക്കെ നടത്തില്ലേ, പല പല ടീമുകൾ ഇങ്ങനെ പല ടാബ്ലോ പോലെയും അങ്ങനെയൊക്കെ നടത്താറില്ല, അതാണ് കേട്ടോ എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ ബാൻഡിൻ്റെ തന്നെ പല സെറ്റുകളുണ്ട്, അങ്ങനെ പല ടീമുകളുടെയും ഒരു പൊസഷനാണ് കേട്ടോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.
ഇങ്ങനെ സോഷ്യൽ സർവീസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാ. അമ്മ അത് നോക്കാനാ എന്റെ ക്ലാസ്സിലെയാ വിളിക്ക്. വാങ്ങിച്ചോ? വേണ്ട, ജ്യൂസ് അടി. അയാൾ ഓടുമ്പില്ലേ അവിടെ ഗ്യാസ് അങ്ങനെ ഇയാൾ ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ. കുറേ ആക്ടിവിറ്റീസ് ഇതുപോലെ ചെയ്യുന്നുണ്ട്. അതെ, ഇപ്പം അപ്പാപ്പൻ എല്ലാവരെയും പറ്റിക്കാൻ വേണ്ടി വന്നേക്കുവാണ് കേട്ടോ. ഈ അപ്പാപ്പനെ വീണ് താഴെ വീണ്. ആ അപ്പോൾ ഈ ബാൻഡിൻ്റെ ഒരുപാട് ടീം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടാവുമല്ലോ ഈ വീഡിയോയിൽ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതെ നെക്സ്റ്റ് വരാൻ പോകുന്ന അവരുടെ ഒരു പെർഫോമൻസ് ആണ് കേട്ടോ. ഒരു ബ്ലാക്ക് ഡ്രസ്സിട്ട് ഈ ടീമിൻ്റെ. പൊസഷനൊക്കെ അങ്ങനെ കഴിഞ്ഞു കേട്ടോ ഇവിടെ. അത് പിന്നെ നമ്മൾ ഒന്നുകൂടെ പോയി ജെയിൻ വീലിലൊക്കെ കയറിയിട്ട് വന്നു. പിന്നെ അമ്മൂൻ്റെ ക്യാൻഡി വേണമെന്ന് പറഞ്ഞിട്ട് അമ്മ ഒക്കെ ഇഷ്ടമുള്ള ക്യാൻഡിയൊക്കെ സെലക്ട് ചെയ്യാണ്. അങ്ങനെ ക്യാൻഡിയും വാങ്ങിച്ചു. ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. ഇന്നും കൂടെ ഉണ്ടായുള്ളൂ കേട്ടോ. ഇന്ന് ലാസ്റ്റ് ഡേ ആണ് കാർണിവലിൻ്റെ. അങ്ങനെ കാർണിവലിൽ 3 ദിവസത്തെ കാർണിവലിൽ ഇവിടെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു ദിവസം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ബൈ.